അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സമാദരണീയരായ ഈ പ്രൗഢമായ വേദി ഉദ്ഘാടനം ചെയ്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മഞ്ചേശ്വരം മേഖല അധ്യക്ഷനും അൽ ബിഷാറ എന്ന മഹത്തായ സ്ഥാപനത്തിൻ്റെ ശില്പിയുമായ അഭിവന്യരായ മോസൽ മദനി ഉസ്താദ് അവരുകൾ, ഈ വേദിയെ ധന്യമാക്കുന്ന കോളിയൂർ ഉസ്താദ്, അഭിവന്യരായ സക്കരിയ ഫൈസി ഉസ്താദ്, അബ്ദുൽ ഹമീദ് സഖാഫി, തോക്കെ മുഹമ്മദ് സഖാഫി, മറ്റു പ്രഗത്ഭരായ പ്രാസ്ഥാനിക കുടുംബത്തിലെ നേതാക്കളെ, അതുപോലെ സ്വാഗത സംഘത്തിൻ്റെ പ്രമുഖരായ വ്യക്തിത്വങ്ങളെ, ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരന്മാരെ, സ്നേഹനിധികളായ SSFൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അള്ളാഹു നമ്മുടെ സംഗമം നമ്മിൽ നിന്ന് അവൻ സ്വീകരിക്കുമാറാവട്ടെ. നേരത്തെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വെള്ളിയാഴ്ച അസർ നിസ്കാരം മുതൽ ഇന്നീ സമയം വരെ വ്യത്യസ്തമായ രീതിയിൽ സമൂഹത്തിൻ്റെ, രാജ്യത്തിൻ്റെ, മനുഷ്യൻ്റെ, പ്രകൃതിയുടെ നന്മക്ക് ആവശ്യമായ വിഭവങ്ങളാണ് ഈ ഭൂമിയിൽ വിത്ത് വാങ്ങിയിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, SSF എന്ന വിദ്യാർത്ഥി വിപ്ലവ പ്രസ്ഥാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആധികാരിക സംഘടനയുടെ ഒരു വിദ്യാർത്ഥി സംഘടനയായി 1973 ഏപ്രിൽ 29 പിറവിയെടുക്കുകയാണ്. 5 പതിറ്റാണ്ടുകൾ ഈ മണ്ണിൽ ഈ വിദ്യാർത്ഥി വിപ്ലവ പ്രസ്ഥാനം പൂർത്തീകരിച്ച് പടർന്ന് പന്തലിച്ച് രാജ്യത്തുടനീളം പടുവൃക്ഷമായി ഈ പ്രസ്ഥാനം മാറിയിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമുള്ള ഒരു പ്രസ്ഥാനമല്ല, അല്ലെങ്കിൽ അധികാരികളിൽ നിന്ന് ഗ്രാന്റ് വാങ്ങുന്ന പ്രസ്ഥാനമല്ല. മറിച്ച് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സച്ചരിതരായ സ്വഹാബത്തും കാണിച്ചു തന്ന സുന്ദരമായ പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാം എന്ന് പറയുന്നത് സൗന്ദര്യമാണ്, സ്നേഹമാണ്, നീതിയാണ്, നന്മയാണ്. ആ നന്മയ്ക്കും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നൊരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ പൂർവികരായ നമ്മുടെ നേതൃത്വം കഠിനാധ്വാനം ചെയ്തതിന്റെ പരിണിത ഫലമാണ് ഇന്നീ കാണുന്ന സുന്ദരമായ സദസ്സും ഈ ഇരിക്കുന്ന പ്രിയപ്പെട്ട SSFന്റെ കൂട്ടുകാരെ നിങ്ങളും. നമ്മിവിടെ ആലോചിക്കേണ്ടിയിരിക്കുന്നു, SSF മഞ്ചേശ്വരം ഡിവിഷൻ സാഹിത്യോത്സവിന്റെ സമാപന വേദിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ മത്സരിക്കാനെത്തിയ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. കാരണം വ്യത്യസ്തമായ ഘടകങ്ങളിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് കഴിവ് തെളിയിച്ച് നിങ്ങൾ ഈ ഡിവിഷൻ സാഹിത്യോത്സവിനെത്തിയിരിക്കുകയാണ്. ഇവിടെയും അവസാനിക്കുന്നില്ല. ഈ വരുന്ന ഓഗസ്റ്റ് 1 മുതൽ 4 തീയതി വരെ പൈവളികയിൽ വെച്ചുകൊണ്ട് ജില്ലാ സാഹിത്യോത്സവം നടക്കാനിരിക്കുകയാണ്. അതോടുകൂടെ SSFന്റെ സാഹിത്യോത്സവം അവസാനിക്കുന്നില്ല. പിന്നീട് ജില്ലകൾ തമ്മിലുള്ള മത്സരം, സംസ്ഥാന മത്സരം മലപ്പുറത്ത് വെച്ചുകൊണ്ട് നടക്കുന്നു. അതോടുകൂടെ അവസാനിക്കുന്നില്ല. ദേശീയ തലത്തിൽ, നാഷണൽ തലത്തിൽ SSFന്റെ സാഹിത്യോത്സവം നടക്കാനിരിക്കുകയാണ്. ആലോചിച്ചു നോക്കൂ, ഇവിടെ കഴിഞ്ഞ 2 ദിവസങ്ങളായി കോരിച്ചൊരിയുന്ന മഴയത്ത് അവകളെയെല്ലാം ഒരു ഭാഗത്തേക്ക് നീക്കിവെച്ചുകൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ സാഹിത്യത്തിന്റെയും അതുപോലെ തന്നെ കലകളുടെയും വ്യത്യസ്തമായ കഴിവുകളാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ ഇവിടെ തെളിയിച്ചിരിക്കുന്നത്. ഈ കലകളും സാഹിത്യങ്ങളും
കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് എന്തിനാണ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും ഈ സാഹിത്യത്തിനും കലക്കും വലിയ പ്രാധാന്യങ്ങൾ പരിശുദ്ധ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. ഒരു രാജ്യത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുവാനും അതേപോലെ തന്നെ ഒഴുക്കിനെതിരെ നീന്താനും പറ്റുന്നതാണ് കലകൾ എന്നുള്ളത്. നമുക്കറിയാം, ഇന്ന് ആധുനിക ലോകത്ത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. ഇവിടെ നടക്കുന്ന ഈ സംഭവം ലോകത്തിന്റെ നികിത മേഖലകളിലേക്കും അതാത് സമയത്ത് എത്തിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുള്ള കാലഘട്ടമാണ്. ഇവിടെയാണ് SSF ജയിച്ചടക്കേണ്ടത്. നല്ല സന്ദേശങ്ങളും ലോകത്തുടനീളം എത്തിക്കാൻ ഒരു നിമിഷം കൊണ്ട് കഴിയും. തെറ്റായ സന്ദേശങ്ങൾ എത്തിക്കാനും കഴിയും. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, രണ്ട് വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുമ്പോൾ ഇല്ല, തെറ്റായ വഴികളിലേക്ക് ഞങ്ങളില്ല. ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയാലും ഞങ്ങൾ സത്യത്തിന്റെ പാന്താവിലേക്ക് വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടവരാണ് എന്നുള്ള ധർമ്മബോധം നിങ്ങൾക്കുണ്ടാകണം. കാരണം ഇവിടെ ഉദ്ഘാടന ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഒറ്റക്കാണെങ്കിലും നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി പോരാട്ട രീതിയിൽ ഞാൻ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച അഭിമന്യരായ താജുൽ ഉലമയുടെ മക്കളാണ് നമ്മൾ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇവിടെ നമ്മൾ നെഞ്ചു വിരിച്ചുകൊണ്ട് വെടിയുണ്ടകൾ ഏൽക്കേണ്ടി വന്നാലും സത്യം തുറന്നു പറയുന്നവരാകണം. സത്യത്തിന് വേണ്ടി വാദോരാതെ പ്രസംഗിക്കുന്നവരാകണം നമ്മൾ. സത്യം നിരന്തരമായി നമ്മുടെ പേനകളെ കൊണ്ട് ചലിപ്പിച്ച് എഴുതുന്നവരാകണം. സത്യത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ കലകളെ ഉപയോഗിക്കുന്നവരാകണം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കറിയാം, ഇന്ന് ലോകത്ത് തെമ്മാടിക്കുട്ടികൾ പല ഭാഗങ്ങളിലും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരാകുന്ന ഫലസ്തീനിലെ പാവപ്പെട്ട മക്കൾ ഗസയിൽ പിടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി നമ്മുടെ ശബ്ദങ്ങൾ ഉയരണം. നീതിക്ക് വേണ്ടി നമ്മുടെ ശബ്ദങ്ങൾ ഉയരുന്നു. ന്യായത്തിന് വേണ്ടി നമ്മുടെ ശബ്ദങ്ങൾ ഉയരണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇന്ന് എല്ലാ ആധുനിക സംവിധാനങ്ങളുള്ള കാലഘട്ടമാണ്. മിസൈലുകള്, അതേപോലെ തന്നെ റഡാറുകള്, ഇങ്ങനെ യന്ത്രോപകരണങ്ങൾ മുഴുവനുമുള്ള കാലഘട്ടത്ത് പക്ഷേ അവകളെ നെഞ്ചൂക്കോടുകൂടെ നേരിടാം. അവകളെ നെഞ്ചൂക്കോടുകൂടെ നേരിടാൻ നമ്മുടെ എഴുത്തുകൾക്ക് കഴിയും, നമ്മുടെ വായനകൾക്ക് കഴിയും, നമ്മുടെ വാക്കുകൾക്ക് കഴിയും. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഫാസിസ്റ്റുകൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാസിസ്റ്റുകൾ ഈ രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഫാസിസ്റ്റുകൾ ആരെയാണ് ഇവിടെ ഭയപ്പെടുന്നത്? പ്രതിപക്ഷത്തെ അല്ല ഫാസിസ്റ്റുകൾ ഇവിടെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മറിച്ച് വാക്ചാതുര്യമുള്ള നല്ല പ്രഭാഷകരെയാണ് ഇവിടെ ഫാസിസ്റ്റുകൾ പേടിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല എഴുത്തുകാരെയാണ് അവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു വാക്കിന് വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയും, ഒരു ചെറിയ എഴുത്തിന് ലോകത്തെ ഇളക്കിമറിക്കാൻ കഴിയും. അതാണ് ഫാസിസ്റ്റുകൾ പേടിച്ചുകൊണ്ടിരിക്കുന്നത്. വർത്തമാനകാല ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് തന്നെ നമുക്ക് വന്നാൽ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണപക്ഷം 2014 മുതൽ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ രാജ്യത്തേക്ക് ഈ ഭരണകൂടം കടന്നു വന്നതിന് ശേഷം അവരാദ്യമായി ചെയ്യുന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ എഴുത്തുകാരെ ന്യായത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, സമത്വത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരെ ഇവിടെ നിന്ന് തുടച്ചു മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു അവർ നടത്തിയിരുന്നത്. അതിന്റെ പിന്നാമ്പുറം എന്ന രൂപത്തിലാണ് നമുക്കറിയാം മഹാരാഷ്ട്രക്കാരനായ ഗോവിന്ദ പൻസാരെ ഇവിടെ കൊല ചെയ്യപ്പെടുകയാണ്. ഗോവിന്ദ പൻസാരെ ആരായിരുന്നു? അദ്ദേഹത്തിന്റെ ആശയത്തോട് നമ്മൾ യോജിക്കുന്നില്ലേ? പക്ഷേ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം ശിവജി ആരായിരുന്നു? ശിവജി ഈ രാജ്യത്ത് ചെയ്ത അന്യായങ്ങൾ എന്തൊക്കെയാണ്? ശിവജി ഈ രാജ്യത്ത് കൂട്ടുകൊലകൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിത്വമാണ്. അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് അദ്ദേഹം തുറന്നെഴുതിയതിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ രാജ്യത്തുള്ള ഫാസിസ്റ്റുകൾ ഇളകി പറിക്കുകയാണ്. കാരണം ഗോവിന്ദ പൻസാരെ എഴുതിയ ആ പുസ്തകത്തിന് വിലയുണ്ട്, അദ്ദേഹത്തിന്റെ പേനകൾക്ക് വലിയ വിലയുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യയും നിഷ്ഠൂരമായി കൊല ചെയ്യുവാൻ വേണ്ടി വെടിയുതിർക്കുകയും പിന്നീട് അദ്ദേഹം തീവ്ര പരിചരണത്തിൽ കഴിയുകയും അവസാനം ഈ ലോകത്തോട് വിട ചൊല്ലുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഗോവിന്ദ പൻസാരയുടെ ആശയം ഏറ്റെടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ആദർശത്തിന് വേണ്ടി, ന്യായത്തിന് വേണ്ടി അദ്ദേഹം പേന ചലിപ്പിച്ചതുപോലെ നമ്മൾ ചലിപ്പിക്കേണ്ടിയിരിക്കുന്നു. തീരുന്നില്ല,
നമ്മുടെ തൊട്ടപ്പുറത്തെ സംസ്ഥാനമാണ് കർണാടക. കർണാടകയിൽ MM കൽബുർഗി കൊല ചെയ്യപ്പെട്ടത് 2015-ലാണ്. എന്തിനാണ് MM കൽബുർഗി കൊല ചെയ്യപ്പെടുന്നത്? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഫാസിസ്റ്റുകൾക്കെതിരെ അദ്ദേഹത്തിന്റെ പേന ചലിപ്പിച്ചതിന്റെ പേരിൽ MM കൽബുർഗി വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അജ്ഞാതരായ ഫാസിസ്റ്റ് സംഘം കടന്നു വന്നുകൊണ്ട് അവരെ നിഷ്ഠൂരമായി കൊല ചെയ്യുന്നത്. ആ കൊല ചെയ്യപ്പെട്ടതിന്റെ പേരിൽ കൽബുർഗി ആരായിരുന്നു? കൽബുർഗി ഈ രാജ്യത്തിന് വേണ്ടി പൊരുതി മരിച്ച വ്യക്തിത്വമാണ് എന്ന് അദ്ദേഹത്തെ പുകഴ്ത്തി എഴുതുകയാണ് കർണാടകയിലെ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലങ്കേഷ് പത്രത്തിന്റെ പത്രാധിപതിയായ ഗൗരി ലങ്കേഷ്. ഗൗരി ലങ്കേഷ് അവരുടെ പത്രത്തിൽ അവിടെ നിന്ന് വ്യക്തമായി രാജ്യത്തിന്റെ ഫാസിസ്റ്റുകൾക്കെതിരെ സംസാരിക്കുന്നു. അതിന്റെ പേരിൽ അവിടെ നിന്ന് ഗൗരി ലങ്കേഷ് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മൾ കൊല ചെയ്യപ്പെടണമെന്നല്ല പറയുന്നത്. നമുക്ക് പൂർവീകരായ മഹാരഥന്മാരുണ്ട്. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ഉണ്ട്. അതേപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അവരാണ് നമ്മുടെ നേതൃത്വം. അവരൊക്കെയും ഈ ലോകത്തിന് രക്തസാക്ഷികളായത്. ഈ ലോകത്ത് മരിച്ചു വീണത് എന്തിന്റെ പേരിലായിരുന്നു? സത്യത്തിന് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിലായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇവിടെ നമുക്ക് എന്ത് വന്നാലും പ്രശ്നമല്ല. ന്യായത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളുമ്പോ ഏത് വെടിയുണ്ടകളെയും, ഏത് ഫാസിസ്റ്റുകളെയും, ഏത് എതിരാളികളെയും തരണം ചെയ്യാനുള്ള ഹിമ്മത്ത് SSFിലൂടെ നിങ്ങൾ ആർജിച്ചെടുക്കണം. നിങ്ങൾ എഴുതിയ കവിതകൾ, നിങ്ങൾ പാടിയ പാട്ടുകൾ, നിങ്ങൾ എഴുതിയ പ്രസംഗങ്ങൾ, നിങ്ങൾ വരച്ച സോഷ്യൽ ചീട്ടുകൾ, ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. നമുക്കറിയാം ഈ 2024 തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഭരണപക്ഷം 400 സീറ്റുമായി കുത്തക അവകാശപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇവിടെ അധികാരത്തിൽ കടന്നു വരുമെന്ന് വീരാവകാശം മുടക്കിയതിന്റെ ഇടയിലാണ് തീർച്ചയായിട്ടും കേവല ഭൂരിപക്ഷം പോലും ആ സഖ്യത്തിന് കിട്ടിയെന്നല്ലാതെ രാജ്യം ഭരിക്കുന്ന യഥാർത്ഥ പാർട്ടിക്ക് കിട്ടാത്ത ആകാനുള്ള കാരണം എന്താണ്? ഇവിടുത്തെ പ്രതിപക്ഷം ശക്തമായി പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമായിരുന്നില്ലേ? 29കാരനായ ഹരിയാനക്കാരനായ ധ്രുവ്രാജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടെ നിന്ന് വളരെ വ്യക്തമായി ഭരണകൂടത്തിന്റെ തിന്മകളെ അവിടെ നിന്ന് കാണിച്ച് വളരെ വ്യക്തമായി സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ ഇന്നിതാ രാജ്യം വലിയൊരു രീതിയിൽ ഭാസുരമായ ഒരു രീതിയിലേക്ക് കടന്നിട്ടില്ലെങ്കിലും നേരത്തെ അഹംഭാവം കാണിച്ചിരുന്ന അധികാരികളെ മുട്ടുവിറപ്പിക്കുന്ന രീതിയിലേക്ക് ആ ഒരു ചെറുപ്പക്കാരന്റെ സോഷ്യൽ മീഡിയയിലുള്ള പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കത് കഴിയും. അതുകൊണ്ട് നിങ്ങൾ ഈ വഴിയിൽ ശക്തരായി നിലകൊള്ളേണ്ടതിരിക്കുന്നു. SSFന്റെ ഈ ധർമ്മ പോരാളികളായ നിങ്ങൾ ഈ ത്രിവർണ്ണ പതാക, ഹരിത ധവള നീലിമ പതാക വാനിലേക്കെന്നും മുഷ്ടി വിടർത്തി ഉയർത്തിക്കൊണ്ടേയിരിക്കണം. വിപ്ലവഗാനങ്ങൾ കേവലം ഇവിടെ ഫസ്റ്റും സെക്കൻഡും നേടാൻ വേണ്ടി മാത്രം അവതരിപ്പിക്കേണ്ടതല്ല. സത്യത്തിന് വേണ്ടി നിങ്ങളുടെ വിപ്ലവങ്ങൾ തുടിച്ചു പുറത്തു വന്നുകൊണ്ടേയിരിക്കണം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ നീട്ടി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എത്രയോ രക്ഷിതാക്കൾ, നല്ലവരായ സഹോദരന്മാർ ഈ കൂട്ടത്തിലുണ്ട്. നമ്മൾ ആലോചിക്കണം, SSF ഇവിടെ ചെയ്യുന്നത് ഒരു സമൂഹം ചെയ്യേണ്ട ഉത്തരവാദിത്വമാണ്. ഒരു സമൂഹത്തിൽ ഏതൊരു കുട്ടിയും പ്രസവിക്കപ്പെടുമ്പോ വ്യത്യസ്തമായ വാസനകൾ അല്ലാഹു തആല അവർക്ക് നൽകിയിട്ടുണ്ട്. ആ വാസനകൾ എന്ത് എന്ന് കണ്ടറിഞ്ഞ് അത് അവരിൽ നിന്ന് പുറത്തെടുത്ത് സമൂഹത്തിന് പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ, രാജ്യത്തിന് പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ അത് പുറത്തു കൊണ്ടുവരേണ്ട ബാധ്യത ഈ സമുദായത്തിനുണ്ട്. ഈ സമുദായത്തിന്റെ ആ ഉത്തരവാദിത്വമാണ് SSF ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് ഇസ്ലാമിന്റെ എതിരാളികളായ മറ്റു മതക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഇസ്ലാമിന്റെ പേരും പറഞ്ഞുകൊണ്ട് അവാന്തര വിഭാഗങ്ങൾ മുത്തുനബിയുടെയും സ്വഹാബത്തിന്റെയും ചര്യകളെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ആധുനിക ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൗലിദുകൾ പാടില്ല, മാലകൾ പാടില്ല, അത് ശിർക്കാണ് എന്ന് പറഞ്ഞ് നാടികൾക്ക് 40 വട്ടം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട SSFന്റെ കൂട്ടുകാരെ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന നല്ലവരായ സഹോദരന്മാരെ, ഈ പിഞ്ചോമന മക്കള് അവർ ഇന്നിവിടെ മത്സരിച്ചത് LP സെക്ഷനിലാണ്. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ LP സെക്ഷനിലും UP സെക്ഷനിലും ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും അതിനുശേഷം ജൂനിയറും സീനിയറും ജനറലുമായി വ്യത്യസ്തമായ കാറ്റഗറികളിൽ മത്സരിക്കുമ്പോ ഓരോ വിഭാഗത്തിലും വ്യത്യസ്തമായ മത്സരങ്ങൾ അവരിവിടെ കാഴ്ചവെക്കുമ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം അവർ പാടിയ മൗലിദുകൾ, അവർ ഓതിയ മൗലിദുകൾ, അവർ ഓതിയ മാലകൾ ഇല്ല. SSF ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം മുഹിയുദ്ദീൻ ശൈഖ് ഞങ്ങൾക്ക് അഭിമാനമാണ്. മുഹിയുദ്ദീൻ മാല ഞങ്ങൾ പാടിക്കൊണ്ടേയിരിക്കും. നഫീസ ബീവിയുടെ ചരിത്രങ്ങൾ
പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് സുന്നി പക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല എന്ന് SSF ഇവിടെ വ്യക്തമായി മുടക്കിക്കൊണ്ട് നഫീസത്തുമാല പാടുന്ന രീതിയിലേക്ക് ഈ സമൂഹത്തെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീരുന്നില്ല കേവലം മങ്കൂസ് മൗലിദ് മാത്രമല്ല, നിങ്ങൾ എത്ര എതിർത്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പിഞ്ചോമന മക്കളുടെ കയ്യിൽ ഞങ്ങൾ മങ്കൂസ് മൗലിദിന്റെ ഏടുകൾ മാത്രമല്ല കൊടുക്കുന്നത്, ബദ്ർ മൗലിദിന്റെയും മറ്റു മൗലിദുകളുടെയും ഏടുകൾ കൊടുത്തിട്ട് സുന്നി പക്ഷം ഇസ്ലാമിന്റെ ആദർശത്തോടുകൂടെ ഈ രാജ്യത്തെന്നും നിലനിൽക്കുമെന്നുള്ള ആ ഒരാശയമാണ് SSF ഇവിടെ വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടിയ മൗലിദിന്റെ ഏടുകൾ, മാലയുടെ ഏടുകൾ നിങ്ങൾ താഴെ വെക്കരുത്. അത് നമുക്ക് അഭയമാണോ, നമുക്ക് ധൈര്യമാണോ, നമുക്ക് മുന്നോട്ടുള്ള വിജയത്തിന്റെ അനിവാര്യമായതാണ്. അതുകൊണ്ട് നിങ്ങൾ പാടിയ ഇമ്പമാർന്ന ശബ്ദത്തിൽ നിങ്ങൾ പാടിയ മൗലിദുകളും നിങ്ങൾ ചൊല്ലിയ നസ്വീദുകളും തസ്വീദുകളും അത് എപ്പോഴും വിനിയോഗിച്ച നമ്മുടെ ജീവിതത്തിൽ അത് ഒരഭിഭാവിച്ച ഘടകമായി നിങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് വിനയത്തോടു കൂടെ ഓർമ്മപ്പെടുത്തി അൽഹംദുലില്ലാ വളരെ സുന്ദരമായ രീതിയിൽ അപ്പീലുകളിൽ പ്രശ്നങ്ങളിൽ ഇവിടെ ഉയർത്തുന്ന പതാക ഒരേ ഒരു പതാകയാണ്, അത് ഹരിതധവള നീലമ പതാകയാണ്. ഇവിടെ ആര് ജയിച്ചാലും ആ ജയം ഇസ്ലാമിന്റെ ജയമാണ്, അത് SSFന്റെ ജയമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നിതാ നമ്മള് വ്യത്യസ്തമായ സെക്ടറുകളായി 1ാം സ്ഥാനവും 2ാം സ്ഥാനവും നേടുന്നു. ഇതോടുകൂടെ നമ്മള് ഈ അവസരം ആ വിജയാഹ്ലാദം ഒതുക്കി വെച്ച് ഇനി മുതൽ നമ്മളെല്ലാവരും മഞ്ചേശ്വരമാണ്, മഞ്ചേശ്വരം ഡിവിഷനിന്റെ മക്കളാണ് നമ്മൾ. അതുകൊണ്ട് കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവ വരുന്ന ഓഗസ്റ്റ് 1 മുതൽ 4 വരെ പൈവളികയിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോ അവിടെ നമ്മൾ മഞ്ചേശ്വരക്കാരാണ്. അവിടെ നമുക്ക് 1ാം സ്ഥാനം നേടണം. അതിനേക്ക് നിങ്ങൾ ഇന്ന് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ മാറ്റിവെച്ച് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കണം. നിങ്ങൾ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. റിസൾട്ടുകൾ പ്രഖ്യാപിക്കുമ്പോൾ ഒരുപാട് മത്സരങ്ങളിൽ A+ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളുണ്ട്. നിങ്ങൾ അഭിനന്ദിക്കുകയാണ്. A+ ഗ്രേഡ് കിട്ടിയത് കൊണ്ട് എന്റെതെല്ലാം പൂർണ്ണമായി എന്ന് ചിന്തിക്കാതെ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടോ എന്ന് അറിയുന്ന ആളുകളോട് അന്വേഷിച്ച് അതിലേക്ക് നിങ്ങൾ മൂർച്ച കൂട്ടി അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കണം. അതേ സമയത്ത് പല മത്സരങ്ങളിലും 1ാം സ്ഥാനം നേടിയപ്പോ ഗ്രേഡുകൾ ലഭിക്കാതെ പോയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഫസ്റ്റ് നേടിയിട്ടുണ്ട്, പക്ഷേ അവിടെ ഗ്രേഡുകൾ ലഭിക്കാതിരിക്കുമ്പോ എന്റെ ആ പ്രസംഗം, എന്റെ ആ എഴുത്ത് A+ ഗ്രേഡിലേക്ക് എത്തിക്കുവാൻ എന്താണ് അതിലേക്ക് വേണ്ടത്, എന്താണ് അതിലേക്ക് ചേർക്കേണ്ടത്, ഏത് ആയുധമാണ് അതിലേക്ക് വേണ്ടത്, ആലോചിച്ച് ആ രീതിയിൽ ഇടപെട്ട് നിങ്ങൾ അടുത്ത ഘട്ടങ്ങളിലേക്ക് ഒരുങ്ങണമെന്നും ഒരുപക്ഷെ ഇവിടെ 1ാം സ്ഥാനം നേടാൻ കഴിയാത്തവര്, അടുത്ത ഘട്ടങ്ങളിൽ മത്സരിക്കാൻ പോകാനില്ലാത്തവര്, ഞങ്ങൾക്കെല്ലാം കഴിഞ്ഞുപോയി, ഞങ്ങൾ അസ്തമിച്ചു എന്ന് ചിന്തിക്കാതെ അടുത്ത ഘട്ടങ്ങളിലേക്ക് നിങ്ങളുടെ കഴിവുകളെ പരിപോഷിപ്പിച്ചെടുത്ത് സമൂഹത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴും ഒപ്പമുണ്ടാകണമെന്ന് വളരെ വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്തി. SSFന്റെ പരിപാടി സാഹിത്യോത്സവം മാത്രമല്ല, നിരന്തരമായ പരിപാടികളാണ്. കഴിഞ്ഞ 18ാം തീയതി, ഇന്നേക്ക് 3 ദിവസം മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ, നമ്മുടെ ജില്ലയിൽ മുഹിമ്മാത്തിൽ വെച്ചുകൊണ്ട് SSFന്റെ സംസ്ഥാന തർത്തീൽ മത്സരം നടന്നു. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആൻ മുറുകെ പിടിക്കുന്നതിന് വേണ്ടി, ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് വേണ്ടി, ഖുർആനിന്റെ ആ പ്രബലോകത്തേക്ക് പരത്തി കൊടുക്കുന്നതിന് വേണ്ടി SSF തർത്തീൽ എന്ന് പറയുന്ന മത്സരം വേറൊരു വഴിയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന മത്സരം കഴിഞ്ഞ 18-നാണ് അവസാനിച്ചിരിക്കുന്നത്. നിരന്തരമായ പദ്ധതികളാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിദ്യ എന്ന് പറയുന്ന, ഇൽമ് എന്ന് പറയുന്ന ആ ആയുധത്തിന് നിങ്ങൾ മൂർച്ച കൂട്ടി സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നിങ്ങൾ ഇടപെടണമെന്ന് വളരെ വിനയത്തോടു കൂടെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടീം പോയിന്റ്